7 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ബുൾഡോസർ നടപടി. ഈ നടപടിയിലൂടെ അസമിലെ ഹിമന്ത സർക്കാർ വലിയൊരു നേട്ടമാണ് നേടിയിരിക്കുന്നത്. ഹിമന്ത സർക്കാർ ഒഴിപ്പിച്ചെടുത്തത് 25 ഏക്കർ ഭൂമി. അസമിലെ ബിശ്വനാഥ് ജില്ലയിൽ നടത്തിയ കയ്യേറ്റ വിരുദ്ധ നീക്കത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശികളെ ഒഴിപ്പിച്ച് 25 ഏക്കർ ഭൂമി ഹിമന്ത് ബിശ്വ ശർമ്മ സർക്കാർ തിരികെ പിടിച്ചത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയാണിത്. ഇവിടെ അനധികൃത അധിനിവേശങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ നീക്കത്തിന്റെ ഭാഗമാണിത്. അസമിലെ ഓരോ ഇഞ്ച് ഭൂമിയും കയ്യേറ്റം ഒഴിപ്പിച്ച് തിരികെ പിടിക്കുക എന്നതാണ് തങ്ങളുടെ നയം. അതിനായി ഏതറ്റം വരെയും പോകാൻ സർക്കാർ തയ്യാറാണെന്നും ഹിമന്ത് ശർമ്മ വ്യക്തമാക്കി. ഞങ്ങളുടെ ടീമുകളും യന്ത്രങ്ങളും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വിശ്വനാഥിൽ അസം വിരുദ്ധർ കയ്യേറിയ 25 ഏക്കർ ഭൂമി ഞങ്ങൾ വിജയകരമായി അനധികൃതമായി കയ്യേറിയിൽ നിന്ന് ഒഴിവാക്കി. ഇതുവരെ ഏകദേശം 50,000 ഏക്കർ സർക്കാർ ഭൂമി അനധികൃത കയ്യേറ്റത്തിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയാൻ മഹാരാഷ്ട്ര ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയാണ് എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരുന്നു. IIT ബോംബെയുമായി സഹകരിച്ചാണ് ഈ AI ഉപകരണം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇത് ഏകദേശം 60% കൃത്യമാണ്. അതായത് ഈ ഉപകരണം നടത്തുന്ന 100 തിരിച്ചറിയലുകളിൽ 60 എണ്ണവും ശരിയാണ്. അടുത്ത 4 മാസത്തിനുള്ളിൽ കൃത്യത 100% എത്തുമെന്ന് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ AI ഉപകരണം മഹാരാഷ്ട്രയിലേക്ക്, പ്രധാനമായും പശ്ചിമ ബംഗാളിൽ നിന്ന് വ്യാജരേഖകൾ ഉപയോഗിച്ച് രാജ്യത്തുടനീളമുള്ള സർക്കാർ പദ്ധതികളിൽ പ്രവേശിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുണ്ട്. അവരെ കണ്ടെത്താൻ AI ഉപകരണം സഹായിക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് സർക്കാർ പദ്ധതികൾ ചൂഷണം ചെയ്യുന്നതിനാൽ മുംബൈയിലെ അത്തരം നിരവധി കുടിയേറ്റക്കാരെ ഇതിനകം നാടുകടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് സംശയിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയിക്കുന്നതിനായി ഫോൺ രേഖകളും മറ്റു പ്രസക്തമായ ഡാറ്റയും AI ഉപകരണം വിശകലനം ചെയ്യും. നിലവിൽ ഈ ഉപകരണം 60% ഫലപ്രദമാണെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് 100% കൃത്യതയുള്ളതായി മാറും. ഇത് മിക്കവാറും എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും കണ്ടെത്താൻ നിയമപാലകരെ പ്രാപ്തരാക്കും. അനധികൃത കുടിയേറ്റക്കാർ സർക്കാർ പദ്ധതികൾ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിൽ പോലീസിന് AI സംവിധാനം ഒരു പ്രധാന സഹായമാകുമെന്നും ഫട്നാവിസ് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ആശങ്കപ്പെടേണ്ടതില്ല. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുംബൈ നിവാസികൾക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. അവർ പൂർണ്ണമായും സുരക്ഷിതരാണെന്നും ഭയപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. AI സംരംഭത്തിനപ്പുറം ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും നഗരാടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികൾ ഉൾപ്പെടെ മുംബൈയെ ഊർജ്ജസ്വലവും സുസ്ഥിരവുമായ ഒരു നഗരമാക്കി മാറ്റാനുള്ള NDA സർക്കാരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും ഫട്നാവിസ് പറഞ്ഞിരുന്നു. എന്തായാലും അനധികൃത കുടിയേറ്റക്കാർ അത് അസം അതുപോലെ മുംബൈ പ്രദേശങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാർ എല്ലാ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ചെറിയ അളവിലെങ്കിലും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ശതമാനം ഇവിടങ്ങളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങൾ വളരെ കൃത്യമായി കാര്യക്ഷമമായി എങ്ങനെയാണ് ഇത്തരക്കാരെ കണ്ടെത്തുന്നതും കണ്ടെത്തിയാൽ തന്നെ എങ്ങനെയാണ് അവരെ ഒഴിപ്പിക്കുന്നത് എന്നുമുള്ള നടപടികളിൽ കൂടുതൽ ശ്രദ്ധ ഊന്നുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.